ജമ്മു ശ്രീനഗർ മിഷൻ രൂപതകളെ അടുത്തറിയാനുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ജമ്മുവിൽ ഭക്ഷ്യനഗർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചായ സെയിന്റ് ജോൺസ് കാത്തലിക് ചർച്ചിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. ഗോവയിൽ നിന്നുള്ള ഫാദർ സാത്തു വിനോയാണ് ഇവിടുത്തെ വികാരിയായി സേവനം ചെയ്യുന്നത്. ഈ ഇടവകയിൽ 120 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് ഫാദർ ഞങ്ങളെ അറിയിച്ചത്. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരത്ഭുതമായിരുന്നു. ജമ്മുവിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ഭക്ഷ്യനഗറിൽ 120ഓളം കുടുംബങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. അവർ എല്ലാ ഞായറാഴ്ചയും ഈ ദേവാലയത്തിൽ ഒത്തുകൂടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. വികാരിയച്ഛനുമായുള്ള സംഭാഷണം ഞങ്ങൾക്കുണ്ടായിരുന്ന മുൻധാരണകളെയെല്ലാം തിരുത്തി എന്നതാണ് സത്യം. പുറം ലോകമറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചു. തോക്കുകളാണ് ഇവിടെ അധികം സംസാരിക്കുന്നത് എന്നാണ് പൊതുവിൽ പുറം ലോകത്തിൻ്റെ ധാരണ. പക്ഷേ തോക്കല്ല, വചനം സംസാരിക്കുന്ന, അത് പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമായി ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു പ്രവൃത്തി ദിനമായതിനാൽ അധികം ആളുകളെയോ ഇടവക ജനത്തെയോ കാണുവാൻ സാധിച്ചില്ല. ये जो सेंट जॉन पैरिश है, ये काफ़ी सालों से है कि यही बाहर के मिशनरीज़ यहाँ पर आए और काफ़ी लोगों का देखभाल किया, काफ़ी एजुकेशन के बारे में. जहाँ पर गरीब लोग थे, इनके पास कोई सुविधा नहीं था पढ़ाई के लिए, और ऐसे ये जो मिशनरीज आए तो पहले स्कूल खोला ताकि बच्चों को अच्छा पढ़ाई मिल जाएगी. क्योंकि इसकी वजह से आज हम देखते हैं कि हमारी जो कलीसिया है उनको अच्छा नौकरी मिला है उनके वजह से. तो आज हमारे पैरिशनर्स है 120 है, हमारे पैरिशनर का फैमिलीज है. ജമ്മു ശ്രീനഗർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഇടവകയിൽ 2 പുരോഹിതരാണ് സേവനം ചെയ്യുന്നത്. ഇവിടെ ഇവർ നഴ്സറി സ്കൂളുകൾ നടത്തി കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഭക്ഷ്യനഗറിൽ നിന്നും ഞങ്ങൾ മറ്റൊരു സ്ഥലമായ പ്രേംനഗർ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ജമ്മു സ്വതവേ ശാന്തമായ പ്രദേശമാണ്. ആളുകൾ വളരെ സ്നേഹത്തോടെയും ഒരുമയോടെയും വസിക്കുന്ന ഇടം. സുന്ദരമായ റോഡുകളും വിശാലമായ മേൽപ്പാലങ്ങളുമൊക്കെ താണ്ടി ഞങ്ങൾ പ്രേംനഗറിലെത്തി. ഒരു സിറ്റിയുടേതായ എല്ലാ തിരക്കുകളും നമുക്കിവിടെ കാണാം. സിറ്റിയുടെ ഒത്ത നടുക്കായി തലയുയർത്തി നിൽക്കുന്ന സെയിന്റ് പീറ്റേഴ്സ് കാത്തലിക് ചർച്ച്. അവിടെ ഞങ്ങളെ സ്വീകരിക്കാനായി ഫാദർ കുര്യാക്കോസും സിസ്റ്റർമാരും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ ജമ്മു സിറ്റിയിലുള്ള
ജമ്മു ശ്രീനഗർ ഡയസിസിൻ്റെ ഏറ്റവും വലിയ പള്ളിയാണ് സെൻറ്റ് പീറ്റേഴ്സ് കാത്തലിക് ചേർച്ച്. ഇത് 1984 ഈ പള്ളി പണിതു. അതിനു മുമ്പ് ഇവിടെയുള്ള മൊഹളയുടെ ഇടയ്ക്ക് ഒരു ചെറിയ പള്ളിയായിരുന്നു. ഈ രൂപതയിലെ ഏറ്റവും വലിയ ഇടവക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 350 വീടുകൾ ഇവിടെയുണ്ട്. കൂടുതലും ഈ പള്ളിയുടെ അടുത്ത ഭാഗത്തുകൂടിയാണ്, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വീടുകൾ വരുന്നത്. ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസം നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. എങ്കിലും വിശ്വാസത്തിലേക്ക് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇവിടുത്തെ ഒരു ചെറിയ മല പോലെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ജമ്മു സിറ്റി പോലുള്ള ചുറ്റുപാടിൽ കാണുവാൻ സാധിക്കും. ഈ മല വെട്ടി ഇങ്ങനെ പള്ളി പണിതു. അതോടൊപ്പം തന്നെ ഇവിടെ ഹോള് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി. അതോടൊപ്പം പറയുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. ഞായറാഴ്ച 3 കുർബാനയുണ്ട്. വെള്ളിയാഴ്ച ദിവസം 2 കുർബാന ആരാധനയുണ്ട്. ആളുകൾ നല്ല ആളുകളാണ്, ഒത്തിരി സ്നേഹമുള്ള ആളുകളാണ്. ഇവരുടെ ഇടയ്ക്ക് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ജമ്മു സിറ്റിയുടെ സെൻട്രലായതുകൊണ്ട് ഈ മാതാവ് വൈഷ്ണദേവിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ പലപ്പോഴും ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്തവർ, എല്ലാ ജാതിയിലുള്ള ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ സൗഖ്യമന്ത്രിക്കുന്ന ഒരു വിശ്വാസം ഇവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരും. പലപ്പോഴും പലരും സൗഖ്യം പ്രാപിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ ഗവൺമെൻറ്റൊക്കെ നമുക്ക് ഒത്തിരി സഹായങ്ങൾ പള്ളിക്ക് ചെയ്തു തരാറുണ്ട്. എന്തെങ്കിലും റോഡിൻ്റെ കാര്യമോ എന്തെങ്കിലും ഷെഡോ ബിൽഡിങ്ങോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇവിടെ സഹായം ലഭിക്കും. ഇവിടെയുള്ള ആളുകൾ ഒത്തിരി റിച്ചായിട്ടുള്ളവരല്ല, സാധാരണക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ജോലി കാണും. കൃഷി കാര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. മറ്റവിടുത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ടിവിടെയുള്ളത് പ്രാർത്ഥനയും ഇവിടെ വീടുകളിൽ കൂടെ പോവുക. സിസ്റ്റേഴ്സും ഞങ്ങളുമൊക്കെ വീടുകൾക്ക് മാറി മാറി പോകും. നാട്ടിലെ പോലെയല്ല, തുടർച്ചയായിട്ട് ഇവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസത്തിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിശ്വാസം അത്ര ആഴത്തിലായിട്ടില്ല. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കുറേ ഊർജിതമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. കഴിയുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകാറുണ്ട്. കേരളത്തിലെ ബോട്ടയിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പല പ്രാവശ്യവും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ വിശ്വാസം മറ്റൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിൽ പോകുന്നു. നാട്ടിലെ പോലെ തന്നെ ഇവിടെ ക്രിസ്മസ് ഒക്കെ വളരെ ആഘോഷമാണ്. ആളുകൾ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവാണ്. വളരെ സന്തോഷമായിട്ട് പോകുന്നു. 350 കുടുംബങ്ങളുള്ള ഒരു വലിയ ഇടവകയാണ് പ്രേംനഗർ. കുര്യാക്കോസ് അച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇവിടുത്തെ പ്രധാന ജോലി ഭവന സന്ദർശനമാണ്. ഓരോ കുടുംബവും നിത്യവും സന്ദർശിച്ച് അവരെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്താൻ ഇവർ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്തവരാണ് ജമ്മുവിലെ ക്രൈസ്തവ ജനത. അതുകൊണ്ട് തന്നെ ഇവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളിയാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിനു വേണ്ട എല്ലാ കാര്യങ്ങളും കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് ലഭിക്കുമ്പോൾ ഈ ഇടവക സമൂഹം അച്ഛനോട് ചേർന്ന് നിൽക്കുന്നു.
Praise the Lord. Myself Rosemary. I'm from Jammu, Kashmir. Belong to Kashmir only, but basically we are in Jammu. I want to tell you that I'm a Roman Catholic girl. I was born in a Catholic family, and still I am a Roman Catholic. I'm deeply rooted from Catholic family and from Catholic parish only. Whatever I am today is just because of the faith that I have gained from the Catholic Church. The teachings, the principles, the customs that I have learned from my Catholic Church. I'm proud to be a Catholic. My godfather, Reverend Father Kyriakos, has been inspired me by giving his teachings. പ്രായമായ ഒരമ്മ താമസിക്കുന്ന വീട് ലക്ഷ്യമാക്കിയാണ് അച്ഛൻ്റെ യാത്ര. ഇവിടുത്തെ വീടുകൾ പണിതിരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഭൂപ്രകൃതിക്കനുസരിച്ച് പല തട്ടുകളായി തിരിച്ച് അതിൽ ഉപതട്ടുകളുണ്ടാക്കി പല ഫാമിലികൾ അതിൽ താമസിക്കുന്നു. शेर कैसे चलते? नाश्ता किया? नाश्ता किया? किया। दोपहर को क्या खाएंगे? ഓരോ വീടും സന്ദർശിച്ച് അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ച് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. अपने अमन के पास आने के लिए, अपने बेटे बेटियों के साथ मिलने के लिए, उनका नाम, आपका नाम लेने के लिए मौका दे प्यार खुदा। धन्यवाद देते प्यार प्रभु ये नजदीक के लिए आज का नवाजन के लिए। अपने अम्मा को और भी अच्छी सी देना, जिंदगी देना। इनका जिस समय जितना भी रुकावटें, बीमारी, परेशानी, कमजोरी इसको हटा दीजिए प्यार खुदा। अपने बेटे बेटियों के साथ रहना, हिम्मत और ताकत देना, नहीं कमाई पर बरकत देना, बच्चों को पढ़ने लिखने में बैठने बुढ़ा मदद करना प्यार खुदा। सुबह से भाग के बच्चों के प्यार खुदा हमेशा आपके फिक्र में बने रहे। जो भी समस्या परेशान सब कुछ आपके हाथों में छोड़ते हुए हिम्मत हारने में आगे बढ़ सके। रहेंगे रो प्यार प्रभु, रहेंगे रो प्यार प्रभु, रहेंगे रो। दुआ को सुनो, कबूल करो। मांगते हमारे प्यार खुदा यीशु मसीह के वसीले से। जलाल बाप और बेटे और खुदा के नाम से। ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് ലക്ഷ്യമാക്കി നടക്കുന്ന ഇവർക്ക് ഒറ്റ ആഗ്രഹമേയുള്ളൂ: തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ജമ്മുവിലെ ജനതകൾക്ക് പകർന്നു നൽകുക. കുര്യാക്കോസ് അച്ഛൻ്റെ ആത്മീയമായ നേതൃത്വം ഇവിടുത്തെ ജനങ്ങൾക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമായിരിക്കുന്നത്. കുര്യാക്കോസ് അച്ഛൻ വരുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. भाई बहन है, ये बाइबल पूरा बाय हार्ट जानते हैं. ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല അക്രൈസ്തവർക്കിടയിലും കുര്യാക്കോസ് അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അച്ഛൻ കൂടെയുണ്ട്. അച്ഛനെ സഹായിക്കുന്നതിനായി സിസ്റ്റേഴ്സും അൽമായരും സദാസമയം കൂടെ പ്രവർത്തിക്കുന്നു. കുര്യാക്കോസ് അച്ഛൻ്റെ പ്രവർത്തന ഫലമായി വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ 100ഓളം കുടുംബങ്ങളെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. परमेश्वर की तारीफ बढ़ाई खुदा, हालेलुया। परमेश्वर एक बार और इस घर में आने के लिए मौका दे प्यार खुदा। घर के मम्मी डैडी को अपने बेटों को हाथ से आपके पावन हाथ में चढ़ा रखा प्यारे यीशु। आप ही का घर प्यार खुदा, भरोसा रखते जीने वाला परिवार प्यार खुदा। बच्चे लोग थोड़ा बच्चा ऐसे हो गए प्यार, इनको भी अकल देना, बुद्धि दे, विश्वास की मंजूरी दे, ताकि माँ बाप की इज्जत करते हुए आपकी बात को मानते हुए आगे बढ़ सके प्यार खुदा। रहेंगे रो प्यार प्रभु, रहेंगे रो प्यार प्रभु, रहेंगे रो। इस वक्त अपने बेटा जो बीमार है प्यार हाथों से छू लीजिए प्यार प्रभु। उनका जिस्म जो भी कमजोरी परेशानी को दूर कर दीजिए प्यार खुदावन। हिम्मत और ताकत देना, जिंदगी देना प्यार खुदावन। आपकी कृपा, आपका आशीष अपने बेटे पर, इनके परिवार पर हमेशा बने रहे।
भाई पिता के साथ रहना, अपनी बेटी के साथ रहना, बच्चों के साथ रहना, परिवार के साथ रहना। जितना भी इस वक्त आपके हजूरी में प्यार खुदावी एक एक पर आपकी विशेष आशीष और बरकत हो। रहेंगे करो प्यार करो, रहेंगे करो प्यार करो, रहेंगे करो अपने घर के मम्मी डैडी को, अपने बच्चों को, इनका मकसद तो आने वाले को, बीमारियों को, दुख दर्द परेशानियों को आप ही के पावन हाथ में छोड़ते हुए मांगते हमारे प्यार खुदावंद यीशु मसीह के वसीले से। आमीन। खुदावंद आप लोगों के साथ हो और आपके साथ भी हो। काल मुदले खुदा बाप और बेटे रूह कुदस की बरकत आज सब पर नाज़िल हो। അങ്ങനെ ഞങ്ങൾ മറ്റൊരു കുടുംബത്തിലെത്തിയപ്പോൾ അവർ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ പിന്നെ അതും കൂടി ഷൂട്ട് ചെയ്യാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളുടെ ആവശ്യം അറിയിച്ചപ്പോൾ അവർക്കും സന്തോഷം. मेरे पाप निरंतर मेरे सामने हैं। मैंने तेरे विरुद्ध पाप किया है, मैंने वही किया जो तेरी दृष्टि में बुरा है, इसलिए तेरा निर्णय सही और तेरी दंडाज्ञा न्याय संगत है। मैं तो जन्म से ही अपराधी, अपनी माता के गर्भ से पापी हूँ। तू हृदय की सच्चाई से प्रसन्न होता है, मेरे अंतःकरण को ज्ञान की बातें सिखा। मुझ पर जुफा से जल छिड़क दे और मैं शुद्ध हो जाऊंगा। मुझे धो और मैं हिम से भी अधिक स्वच्छ हो जाऊंगा। मुझे धो और मुझे आनंद और उल्लास का संदेश सुना, और तुझसे रोंदी हुई हड्डियां फिर खिल उठेंगी। मेरे पापों पर दृष्टि न डाल, मेरे अपराध मिटाने की कृपा कर ईश्वर। मेरा हृदय फिर शुद्ध कर और मेरा मन फिर सुदृढ़ बना। अपने सानिध्य से मुझे दूर न कर, अपने पवित्र आत्मा से मुझे वंचित न कर। मुक्ति का आनंद मुझे फिर प्रदान कर, उदारता से मेरा मन सुदृढ़ बना। मैं अपराधियों को तेरे मार्ग शिक्षा दूंगा और पापी तेरे पास लौट आएंगे। ईश्वर मेरे मुक्तिदाता, मेरा उद्धार कर, और मैं तेरी भलाई का बखान करूंगा। ये प्रभु की वाणी है। स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 हालेलुया। प्रार्थना वंदना ऊपर जाती है, उत्तर लेकर नीचे आती है। प्रार्थना वंदना ऊपर जाती है, उत्तर लेकर नीचे आती है। प्रभु हमारा कितना महान। എൻ്റെ പേര് സിസ്റ്റർ ജിദ്ദ തളിയൻ. ഞാൻ ST കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് ഗാസിയാബാദ് പ്രോവിൻസിൽ നിന്നുള്ള ആളാണ്. ഇത് ജമ്മു ശ്രീനഗർ ഡയസിസിൽ ഞങ്ങൾ കഴിഞ്ഞ 31 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായുള്ളൂ. പക്ഷേ ഇതിക്ക് മുമ്പ് 8 വർഷം ഈ ഡയസിസിൽ തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സ്റ്റേഷൻ, ഈ ജമ്മു സിറ്റി പാരീഷിൽ ഞങ്ങളുടെ മെയിൻ ജോലി സുശേഷവൽക്കരണം തന്നെയാണ്. പാരീഷ് പ്രീസ്റ്റും അസിസ്റ്റൻറ്റിനോടും ചേർന്ന് ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങും കാത്തലിക്സിനെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. ഒപ്പം തന്നെ ഒരു ഡയസിസിൻ്റെ നഴ്സറി സ്കൂളുണ്ട്, ഒരു സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ മെയിൻ ഞങ്ങളുടെ ഹൗസ് വിസിറ്റിംഗ് ഇവാഞ്ചലൈസേഷനാണ് ഈ സ്റ്റേഷനിൽ. എൻ്റെ ഈ സന്യാസ ജീവിതത്തിൽ ഇപ്പോൾ 29 വർഷമായിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ഇതാണ്. കാരണം മെയിൻ ഇവാഞ്ചലൈസേഷൻ, നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു പ്രൊഫഷൻ, ഒരു സ്ഥലവും കൂടിയാണിത്. ഏകദേശം ഞാൻ ഇവിടെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 500 ഫാമിലീസ് ഉണ്ടായിരുന്നു നമുക്ക് കാത്തലിക് കോളനി ആയിരുന്നു അത് മുഴുവൻ. ഞങ്ങൾ ആഴ്ചയിൽ 5 ദിവസം ഹൗസ് വിസിറ്റിംഗ് നടത്താറുണ്ട്. അത് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഫുൾ ടൈം ചർച്ച് വിസിറ്റാണ്. വൈകുന്നേരം ഏകദേശം 8-8:30 വരെ ഞങ്ങൾ വീടുകളിൽ പോകാറുണ്ട്.
ആൾക്കാർ രാവിലെ ഇവിടെ ജോലി കഴിഞ്ഞ് വരുന്ന സമയം 5 മണിയാണ് വൈകുന്നേരം. പിന്നെ കാരണവന്മാർ രാവിലെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ രാവിലെ കാരണവന്മാരെ കാണുമ്പോൾ 5 മണി തുടങ്ങി 8:30 വരെ ഞങ്ങൾ റെഗുലർ വിസിറ്റും പ്രാർത്ഥനയും കൗൺസിലിങ്ങും ഒക്കെയാണ് ഇവിടെ മെയിൻ നടത്തുന്നത്. പിന്നെ കുറേ പേരൊക്കെ ഇപ്പോൾ ആ ഫെയ്ത്തിലേക്ക് തിരിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഡിനോമിനേഷനിൽ പോകുന്നവർക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തും പിന്നെ അവരൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെ കുറേയൊക്കെ തിരിച്ച് വരുന്നുണ്ട്. എനിവേ ഞങ്ങൾ വളരെ തൃപ്തിയോടും സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു സ്റ്റേഷനായത്. ഇവിടെ യങ്സ്റ്റേഴ്സ് കൂടുതലും ഇങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ മുഴുവൻ. അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ഇവരെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം മറ്റു ചർച്ചിൽ കേരളത്തിൽ കാണുന്ന പോലെ ഇവർ അത്ര ഡീപ്പ് റൂട്ടഡ് അല്ലല്ലോ. അതുകൊണ്ട് കൊച്ചു വിഷമം വരുമ്പോൾ ഒരാൾ വന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് പിള്ളേർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചായുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശരിക്കും പ്രാർത്ഥനയും അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് നമ്മൾ റെഗുലർ വിസിറ്റ് ഇരിക്കണം. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഈ പാരീഷിൽ 2 ബാബുജിമാരുണ്ട്, 2 പ്രീസ്റ്റ് ഉണ്ട്, ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് പോയിട്ട് റെഗുലർ വിസിറ്റ് നടത്തുന്നതുകൊണ്ട് എല്ലാ ഫാമിലിയിലും ഒരു 20-25 ദിവസം എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ 305 ഫാമിലിയും കവർ ചെയ്യാൻ പറ്റാറുണ്ട്. മനസ്സുള്ളവർക്ക് ഇത് പറ്റുള്ളൂ ഈ ജോലി. ഞങ്ങളുടെ പാരീഷിലൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് തോന്നിയേക്കുന്നത് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള പീപ്പിളാണ് ഇവിടെ ഉള്ളവർ. നമ്മൾ ചെല്ലാത്ത ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു കുഴപ്പമുള്ളൂ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തലിക്സ് ഫാമിലീസാണ് പൊതുവെ ഈ പാരീഷിലൊന്നും തന്നെയല്ല ജമ്മുവിൽ തന്നെയുള്ളത്. അപ്പം നമ്മുടെ ബൈബിളിൽ പറഞ്ഞോണം വിളവധികം വിലക്കാരെ ചുരുക്കം എന്ന് പറയണ ഒരു നല്ല ഒരു ഉദാഹരണം നമുക്കിവിടെ കാണാൻ പറ്റും. ആൾക്കാരും ദാഹിച്ച് കാത്തിരിക്കുന്നവരാണ്, ദൈവത്തിന് വേണ്ടിയെന്നും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യർ. അതുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു ദിവസം വീട്ടിൽ പോയില്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ 2 കുട്ടികൾ അച്ഛനാവാനായിട്ട് പോയിട്ടുണ്ട് IMSൽ. പൊതുവേ ഇപ്പോൾ ഇനി വരുന്ന തലമുറ ഇപ്പോൾ ഈ പഠിച്ച് സ്കൂളിങ് ചെയ്യുന്ന ആ കുട്ടികളെ കൊണ്ടാണ് നമുക്ക് അത് ചെലുത്താൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഇവരുടെ അത്ര ഡീപ്പ് റൂട്ടഡ് അല്ലായിരുന്നു. പിന്നെ പൊതുവേ കൾച്ചർ അനുസരിച്ച് കുട്ടികൾ ഒരു 8-9 ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴേക്കും പരസ്പരം കണക്ട് ചെയ്ത് അവർ കല്യാണം കഴിച്ച് പോകുന്നൊരിത്. ആൺകുട്ടികളാണെങ്കിൽ ഒരു 80%-ഉം നശം എടുക്കുന്ന ഡ്രഗ് അഡിക്ട്സാണ്. അതുകൊണ്ട് അത്രയും നമുക്ക് ഒരു റിലീജിയസ് ലൈഫിലേക്ക് ഇവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. 1-2 പേര് IMSലേക്ക് പോയിട്ടുണ്ട്. ആ കുട്ടികൾ ഇപ്പം ഫിലോസഫി കഴിയുന്ന നല്ല കുട്ടികളാണ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇവിടെ ലൊക്കേഷൻ എടുക്കാൻ ഒന്നും കൂടി ചിന്തിക്കണം. ഇപ്പോൾ 8-9 വരുന്ന പിള്ളേർ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ കാറ്റഗറീസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ പിടിച്ച് ഫാമിലി പ്രെയർ ആയാലും നമ്മൾ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇവരെ ട്രാക്കിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് റിലീജിയസിലേക്ക് കടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. 5-6 കൊല്ലം മുമ്പ് വരെ ഇവർ 18 വയസ്സാകുമ്പോഴേക്കും ഒക്കെ ഒന്നിച്ച് താമസം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ വരുന്ന തലമുറകൾ കുറച്ചും കൂടി പഠിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കണം, നേഴ്സാവണം, അല്ലെങ്കിൽ ആ ജോലി വേണം, അങ്ങനെ ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചർ പോലെ ഇവർ ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ കാനഡയിലും USA-ലും UK-ലൊക്കെ പോയി പഠിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ അത്ര ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഏജ് ഒരു 25-26 കയറി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് വരെ ഇവിടുത്തെ കല്യാണം 18 വയസ്സ് കഴിഞ്ഞിരിക്കും കൊച്ചായിരിക്കും. ഒരു 40-50 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും 1-2 കുട്ടികൾ കഷ്ടിയുള്ളൂ. അങ്ങനെയില്ല അവർ. പിന്നെ ഈ സിറ്റി പാരീഷിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇത്തിരി ഉയർന്ന നല്ല കൾച്ചറായിട്ടുള്ള മനുഷ്യരാണ് പൊതുവെ. പിന്നെ ഇവർക്ക് ജോലി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇവർക്ക് പൈസയ്ക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ജീവിത നിലവാരം കുറേ കൂടി നല്ലതാണ്, ബെറ്ററാണ്. പിന്നെ ഡയസിസ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡയസിസിൻ്റെ ആയാലും കോൺവെൻറ്റ് സ്കൂളുകളൊക്കെ ആയാലും കാത്തലിക്സിനെ തന്നെയല്ല ക്രിസ്ത്യൻ പിള്ളേരെ പഠിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പഠിക്കാത്ത കുഴപ്പമുള്ളൂ, വളരെ സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ ഓരോ കാത്തലിക് ഫാമിലിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കടന്നു ചെന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വീട്ടിൽ തന്നെ എല്ലാ ഡിനോമിനേഷനും ഉണ്ടാവും. പെന്തക്കോസ്തക്കാരുണ്ടാവും, ചെറിയ പാസ്റ്റേഴ്സ് തുടങ്ങിയേക്കുന്ന പള്ളിയിലേക്ക് പോയേക്കണവരുണ്ടാവും, CNI ചർച്ചുകാരുണ്ടാവും. അപ്പോൾ ഒരു ഫാമിലി ഇത് മുഴുവൻ കാത്തലിക്കാണ് എന്ന് പറയാവുന്നത് വിരലിൽ എണ്ണാവുന്നേ ഉള്ളൂ. എന്നാലും ഉള്ളവർ നല്ല വിശ്വാസികളാണ്.
പിന്നെ പന്തക്കുസ്തക്കാരുടെ അടുത്തേക്ക് പോയേക്കുന്നവരായാലും കുറേ കഴിയുമ്പോൾ ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, ആ ഉള്ളിൽ തുടക്കം കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് അവർ തിരിച്ചു വരുന്ന നല്ല അനുഭവം അവിടെയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ പാരീഷിൽ ഒത്തിരി നോൺ ക്രിസ്ത്യൻസും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫ്രൈഡേ അഡോറേഷന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അഡോറേഷൻ ഞങ്ങളിവിടെ നടത്തുന്നുണ്ട്. അതിനകത്ത് ഒത്തിരി നോൺ കാത്തലിക്സ് ക്രിസ്ത്യൻസാണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ചില വീടുകളിൽ മുസ്ലിമിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇത് ക്രിസ്ത്യനിലേക്ക് ഒരു മുസ്ലിം പോയി എന്നും പറഞ്ഞിട്ടുള്ള ആ ക്രിസ്ത്യാനി മുസ്ലിം തമ്മിലുള്ള ഒരു വഴക്കോ വക്കാണോ ഇവിടെ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ഫ്യൂണറിൽ ആരെങ്കിലുമൊക്കെ മരിച്ച് ഫ്യൂണറിൽ പോകുമ്പോൾ സിംതേരിയിൽ ഒത്തിരി മുസ്ലിംസും വന്ന് ആ ഫ്യൂണറിൽ പങ്കെടുക്കുന്ന ഒരു നല്ലൊരു അനുഭവം ഇവിടെയുണ്ട്. അങ്ങനെ അതുകൊണ്ട് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം ആ വകഭേദത്തിലുള്ള അടി തല്ലുപിടുത്തം ജമ്മുവിൽ വളരെ കുറവേ ഉള്ളൂ. പൊതുവെ ജമ്മുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ബഹളം പിടിച്ച സ്ഥലം അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടിരിക്കുന്നത്. പക്ഷേ ജമ്മു പൊതുവെ ശാന്തമാണ്. അങ്ങനെ ഒരു ക്രിസ്ത്യാനികളോടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ കാണുന്ന ആ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉള്ള സ്ഥലമല്ല ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ പൊതുവെ ഒരു ശാന്തിയുള്ള സ്ഥലമാണ്.